ആശമാരുടെ സമരത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനുഭാവപൂർവമായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കേന്ദ്രത്തിൽ നിന്ന് 100 കോടിയുടെ കുടിശ്ശിക കിട്ടാനുണ്ടെന്നും ഉചിതമായ തീരുമാനം കേന്ദ്രമെടുക്കണമെന്നും വീണ ജോർജ് പറഞ്ഞു. അതേസമയം ഒരു വിഭാഗം ആശാപ്രവർത്തകരെ മുൻനിർത്തി നടക്കുന്ന വ്യാജ പ്രചാരണത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ തുറന്നുകാട്ടി CITU നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ ആശാവർക്കർമാർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. നിർബൻ ചക്രവർത്തിയുടെ സമഗ്രമായ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ആശാവർക്കർമാരോട് അനുഭാവപൂർവമായ സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമ്പോഴും ഒരു വിഭാഗം ആശാവർക്കർമാരെ ഇളക്കിവിട്ട് സംസ്ഥാനത്തിനെതിരെ നടത്തുന്ന സമരത്തിനെതിരെയാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അക്കമിട്ട് മറുപടി നൽകിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് വേതനം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം 500 രൂപ മുതൽ വേതനം നൽകുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെ കണക്കടക്കം വിവരിച്ചുകൊണ്ടാണ് ഇന്ന് വീണ ജോർജ് മറുപടി നൽകിയത്. ആ സമരത്തിൽ സമരക്കാരുടെ ആവശ്യത്തെ സംബന്ധിച്ച് വീണ ജോർജ് തള്ളിക്കളഞ്ഞില്ല. അത് എല്ലാ ആശാവർക്കർമാരുടെയും ആവശ്യമാണ്. സംസ്ഥാനം ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ സമരത്തിനെതിരെ, പ്രത്യേകിച്ച് ഈ സമരത്തിൻ്റെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതികരണം മന്ത്രി വീണ ജോർജ് നടത്തിയത്. അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല. പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 9,500 രൂപ 600 രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്. മന്ത്രി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്രത്തിൻ്റെ അവഗണനയാണ്. കേന്ദ്രം കേരളത്തിന് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഇനത്തിൽ നിലവിൽ നൽകാനുള്ളത് 100 കോടി രൂപയുടെ കുടിശ്ശികയാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് വേതന വർധനവാണ്. അത്തരം കാര്യത്തിൽ കേരളം അവർക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. കാരണം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ കേരളം ഒന്നാമത്തെ ആവശ്യമായി സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടതും ആശാവർക്കർമാരുടെ വേതന വർധനവാണ്. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ സമീപനത്തിനെ തുറന്ന് എതിർക്കണമെന്നും എന്നാൽ കേരളത്തിൻ്റെ സമീപനത്തിനെ ഇക്കാര്യത്തിൽ കേരളം സ്വീകരിച്ച ആത്മാർത്ഥതയോടെയുള്ള സമീപനത്തെ തിരിച്ചറിയണമെന്നതാണ് ഇന്ന് വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കേന്ദ്രം ഇവരെ വർക്കേഴ്സായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. ഇവർ തൊഴിലാളികളാണ് എന്നുള്ളത് കേന്ദ്രം അംഗീകരിക്കാത്ത കാര്യമാണ്. കേന്ദ്രത്തിൻ്റെ ഈ സ്കീം സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്രം എടുക്കണം. സർക്കാരിൻ്റെ നിലപാട് അതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ. ഞാൻ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയെ ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി കണ്ടപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞ എൻ്റെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് ആശയുടെ വിഷയമായി. അതായത് കേന്ദ്രം നൽകേണ്ട ഇൻസെൻറ്റീവ്സിൻ്റെ 60% ഉണ്ടല്ലോ, അത് ഏതാണ്ട് 100 കോടി രൂപ ആശമാരുടെ ഇൻസെൻറ്റീവ്സിന് നൽകേണ്ടതായിട്ടുണ്ട് കേന്ദ്രം. 2023-20 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. അതേസമയം ഈ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെയും വീണ ജോർജ് രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. തൻ്റെയും തൻ്റെ കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നും വീണ ജോർജ് പറഞ്ഞു. നോക്കൂ, SUCI എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അപ്പോൾ അവരുടെ ഒരു ടാക്ടിക്സ് ആണത്. സമരം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ആരോഗ്യമന്ത്രിയെ പറയാം, അവരുടെ കുടുംബാംഗങ്ങളെ പറയാം. ഞാനും എൻ്റെ ഭർത്താവും 2 വ്യക്തികളാണ്. സത്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തിന് അത് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടുന്ന സമീപനത്തിനെതിരെ വലിയ തരത്തിലുള്ള വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഇന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആശാവർക്കർമാരുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരം വിവിധയിടങ്ങളിൽ നടന്നു. തെരുവിലിറങ്ങി ആശാവർക്കർമാർ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അവരെല്ലാം പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഈ കുടിശ്ശിക, കേരളത്തോടുള്ള ഈ അവഗണന, ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ തന്നെ കേന്ദ്രത്തിൻ്റെ അനുകൂല സമീപനം വേണം എന്നതാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് പറഞ്ഞത് ഈ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ ചില സംഘടനകൾ നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റ് മുന്നിലാണ് നടത്തേണ്ടത്. ആ സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾക്ക് മുന്നിലാണ്, കേന്ദ്രത്തിനെതിരെയാണ്, ദില്ലിയിലാണ് ആ സമരം നടത്തേണ്ടത് എന്ന് തോമസ് ഐസക് പറഞ്ഞു. അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തിൽ ഒരു വിഭാഗം നടത്തുന്ന ഈ കേവലം 7% താഴെ ആശാവർക്കർമാരാണ് ഈ സമരം നടത്തുന്നത് എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. മറ്റുള്ളവരെല്ലാം തിരിച്ചറിഞ്ഞ് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആ സമരത്തിന് രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ദിവസമായി ഇന്ന് മാറി. അതിലാണ് സർക്കാരിൻ്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ശരി, ആശമാരുടെ സമരത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നു മന്ത്രി വീണ ജോർജ്. നിർബൻ ചക്രവർത്തിയുടെ റിപ്പോർട്ടാണ് കണ്ടത്.